ശ്രീ അബ്ദുൽ സലാം, ഇപ്പോൾ അമ്മുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് താങ്കൾ ഇരിക്കുന്നു എന്നത് തന്നെ ഒരു പിന്തുണയായി തന്നെ ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ വിദ്യാർത്ഥികൾക്ക് മെമ്മോ കൊടുത്തു എന്നതിനപ്പുറം ഞാൻ അച്ഛനെയും അമ്മയും കാണാൻ തന്നെയാണ് ഞാനിന്ന് അച്ഛനും അമ്മയും കാണാൻ തന്നെയാണ് വന്നത്. ഞാൻ മീഡിയയുടെ മുന്നിലിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അച്ഛനെയും അമ്മയും സമാധാനിപ്പിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും എൻ്റെ കൂടെ 3 ടീച്ചേഴ്സും ഉണ്ട്. ഞങ്ങൾ രാവിലെ പുറപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. മനസ്സിലായി ശ്രീ അബ്ദുൽ സലാം. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ 9 കേൾക്കാമല്ലോ, 9 വിദ്യാർത്ഥികളെ പറ്റിയാണ് ഈ അച്ഛൻ പരാതി പറയുന്നത്. അന്വേഷണത്തോട് നമ്മൾ കോളേജിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തോട് ഭാഗത്തുനിന്ന് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. അത് അമ്മുവിന് നീതി കിട്ടാനാണെങ്കിൽ അത് മാക്സിമം ഏത് സ്റ്റെപ്പ് വരെ പോകാനും കോളേജ് തയ്യാറാണ്. പക്ഷെ അതൊരു മെമ്മോ കൊടുക്കൽ മാത്രമായി ചുരുങ്ങിയോ എന്നൊരു സംശയം. കാരണം ഇത്രയും ഗുരുതരമായ ഒരു ആരോപണമാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു കംപ്ലൈന്റ്, അച്ഛൻ്റെ കംപ്ലൈന്റ് 27-ാം തീയതി ഒരു ഞായറാഴ്ചയാണ് എനിക്ക് കിട്ടുന്നത്. അച്ഛൻ പറഞ്ഞ പോലെ വാട്സാപ്പിൽ എനിക്ക് അയച്ചിരുന്നു. അതുപോലെ കോളേജ് മെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഞാനത് കണ്ടു. അടുത്ത ദിവസം രാവിലെ തന്നെ വന്നിട്ട് ഈ വിമൻ ഹരാസ്മെന്റിനെതിരെയുള്ള ഒരു ICC എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ട്, ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി. അതിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറെ ചെയർമാൻ ആക്കിക്കൊണ്ടും 2 ടീച്ചേഴ്സിനെ മെമ്പേഴ്സ് ആക്കിക്കൊണ്ടും ഞാനൊരു എൻക്വയറി കമ്മിറ്റി ഉണ്ടാക്കി. ഈ എൻക്വയറി കമ്മിറ്റിയാണ് ഈ 4 കുട്ടികൾക്കും മെമ്മോ കൊടുത്തത്. എന്നിട്ട് അവരുടെ വാദം കേട്ടിട്ട് അടുത്ത ദിവസം അവരെനിക്ക് ഫൈനൽ റിപ്പോർട്ട് തന്നു. അപ്പോൾ ഓരോ കുട്ടികളുടെയും റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അമ്മു സജി ഉൾപ്പെടെ ഈ മറ്റ് അലിയേജ്ഡ് ആയിട്ടുള്ള 3 കുട്ടികളുടെയും റിപ്പോർട്ടുണ്ട്. അതിനകത്ത് അവർ 1 മാസം കൂടെ കോഴ്സ് തീരാനുള്ളത് കൊണ്ട് അവർ ദേ എഗ്രീഡ് ടു ഗോ ഇൻ ഹാർമണി, അങ്ങനെയാണ് ഒരു പറഞ്ഞത്. ഞങ്ങൾക്ക് 1 മാസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ഞങ്ങൾ മുന്നോട്ട് പൊയ്ക്കോളാം എന്ന ഉറപ്പിലാണ് ആ അന്വേഷണ റിപ്പോർട്ട് എനിക്ക് തന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബലത്തിലായിരുന്നു നമ്മൾ ഫർദർ ആക്ഷനിലേക്ക് പോകാതിരുന്നത്. കാരണം ഇതൊരു അഡീഷണൽ ബാച്ചാണ്. കാരണം അഡീഷണൽ ബാച്ച് എന്ന് പറയുന്നത് ഒരു റെഗുലറായിട്ട് യൂഷ്വൽ ടൈമിൽ 4 ബാച്ചേ കോളേജിൽ വരുള്ളൂ. അപ്പോൾ കോവിഡ് പാൻഡമിക് കാരണം ഒരു ലേറ്റ് അഡ്മിഷൻ ആയതുകൊണ്ട് 5ാമത്തെ ബാച്ച് ആക്ച്വലി വന്നുപോയതാണ്. അപ്പോൾ ഇവരുടെ കോഴ്സ് ഏതാണ്ട് 3rd വീക്ക് ഓഫ് ഡിസംബറിൽ തീരേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ 4 കുട്ടികളും ഒരേ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് 1 മാസമേ കോഴ്സ് പീരീഡ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ആ റിപ്പോർട്ട്, ആ മെമ്മോയ്ക്ക് മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ പ്രശ്നങ്ങളില്ലാതെ 1 മാസത്തേക്ക് മുന്നോട്ട് പോകും, സുഗമമായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളൊരു ഉറപ്പിലാണ് കോളേജ് മറ്റു കാര്യങ്ങൾ ചെയ്യാതിരുന്നത്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പ്രതീക്ഷിക്കാത്തതായിരുന്നു മറ്റു കാര്യങ്ങൾ സംഭവിച്ചെന്നുള്ളത് സത്യം. ശരി, ഇപ്പോൾ ഈ അന്വേഷണം, പോലീസ് അന്വേഷണം ഇതിനോടൊക്കെ പൂർണ്ണമായി സഹകരിക്കുമല്ലോ. ഇപ്പോൾ ഈ ഹോസ്റ്റൽ വാർഡനുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മറ്റൊരു ആരോപണം വന്നിരിക്കുന്നത്. അവരിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നോ? അല്ല, അത് നമ്മൾ ഇല്ല, ഞങ്ങളുടെ ഒരു അപ്രൂവ്ഡ് ഹോസ്റ്റലാണ്. അതിൻ്റെ അണ്ടർടേക്കിംഗ് ആക്ച്വലി NSS കരയോഗത്തിനാണ്. അപ്പം അത് അവരും ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളും താമസ സൗകര്യങ്ങളുമായിട്ട് ഞങ്ങളത് ബന്ധപ്പെടാറുണ്ട്. പക്ഷേ ഈ അന്വേഷണം കഴിഞ്ഞതിന് ശേഷം അത് ഞങ്ങളതിൻ്റെ പല വസ്തുതകൾ അറിയിച്ചില്ല. അവിടെ എനിക്കൊന്ന് എല്ലായിടത്തും CCTV ഫുട്ടേജൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഇനി പോലീസ് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കും. ഈ കോളേജ് ബസ്സിൻ്റെ CCTV ഉണ്ടെങ്കിൽ അതും പരിശോധിക്കണം, ക്യാമറ ഉണ്ടെങ്കിൽ പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും കോളേജിൽ പിന്നെ CCTV എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. കോറിഡോഴ്സിലുണ്ട്, എക്സാമിനേഷൻ റൂമിലുണ്ട്, പുറത്തും ഒക്കെ ഒരിടത്തെങ്ങാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ശരി, വളരെ നന്ദി പ്രതികരിച്ചത്. കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ സലാമാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അതോടൊപ്പം അമ്മുവിൻ്റെ അച്ഛൻ സജീവനും. ഏതായാലും നീതി വൈകാതിരിക്കട്ടെ. ഇതിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ആരോഗ്യ സർവകലാശാല ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ട്, സർവകലാശാല നിയോഗിച്ച സമിതി അന്വേഷണം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കുമെന്ന് അറിയുന്നു. ആ റിപ്പോർട്ടിന് ശേഷമായിരിക്കും കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്ക് കടക്കുക.